അമേരിക്കയിലെ രണ്ടാമത്തെ വിശുദ്ധ, ആദ്യത്തെ സിറ്റിസൺ. ആ വിശുദ്ധയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുക. സെൻറ്റ് കാതറിൻ ഡ്രെക്സൽ. ഈ വിശുദ്ധയുടെ പ്രത്യേകത എഡ്യൂക്കേറ്ററാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അമേരിക്കയിൽ അമേരിക്കക്കാരല്ലാത്തവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അവിടെ താമസിക്കുന്ന സാധാരണക്കാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ച വലിയ വ്യക്തിത്വമാണ് വിശുദ്ധ കാതറിൻ ഡ്രെക്സലിൻ്റേത്. ഓരോ വിശുദ്ധർക്കും ഓരോ പ്രത്യേക ലക്ഷ്യമാണുള്ളത്. ഓരോ വ്യക്തിക്കും പ്രത്യേക ലക്ഷ്യമാണുള്ളത്. അത് തിരിച്ചറിഞ്ഞ് തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയവളാണ് വിശുദ്ധ കാതറിൻ ഡ്രെക്സൽ. US ഫിലാഡൽഫിയയിൽ, പെൻസിൽവാനിയയിൽ 1858 നവംബർ 26 വിശുദ്ധ കാതറിൻ ഡ്രെക്സൽ ജനിച്ചത്. അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ, ഈ 1955 മരിച്ചത്. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടങ്ങളിലാണ്. വലിയൊരു പ്രഭു കുടുംബത്തിലാണ് കാതറിൻ ജനിച്ചത്. ആ നാട്ടിലുള്ള മിക്ക സ്വത്തിൻ്റെയും ഏറ്റവും അധികം സ്വത്തിൻ്റെ ഒരു ഉടമയായിരുന്നു ഇവരുടെ പാരൻസ്. അപ്പൻ ഫ്രാൻസിസ് ആൻ്റണി, അമ്മ അന്ന. ഒത്തിരിയേറെ സ്വത്ത് മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സമ്പാദിച്ച് എഴുതി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരൻസാണ് ഇവർ. ഈ കുഞ്ഞ് കാതറിൻ ജനിച്ച് ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ ഇവളുടെ അമ്മ മരിച്ചു. അറ്റാക്കായിരുന്നു. അപ്പോൾ ആ പ്രസവത്തിൻ്റെ ആ നാളുകളിലൊക്കെ കോംപ്ലിക്കേഷൻ ആയിരുന്നു. കുഞ്ഞും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞത്. പക്ഷേ കുഞ്ഞ് രക്ഷപ്പെട്ടു. 5 മാസം കഴിഞ്ഞപ്പോൾ, ജനിച്ച് 5 മാസം കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചുപോയി. കാതറിൻ ഡ്രെക്സലിൻ്റെ മൂത്തൊരു സഹോദരിയുണ്ട്, എലിസബത്ത് എന്നാണ് പേര്. അപ്പോൾ ഈ ചേച്ചിയെയും ഈ അനുജത്തിയെയും കൂടെ ഇവരുടെ ഒരു അങ്കിളിൻ്റെ വീട്ടിൽ അങ്കിളാണ് വളർത്തിയത്. അവർ സ്നേഹത്തിൽ ഈ മക്കളെ വളർത്തി, 2 പേരെയും വളർത്തി, 2 കൊല്ലത്തോളം വളർത്തി. കുഞ്ഞിന് 2 വയസ്സുള്ളപ്പോൾ അപ്പൻ 2ാമത് കല്യാണം കഴിച്ചു. എമ്മ എന്നു പേരുള്ള ഒരു സ്ത്രീയെ. 2ാമത് വന്ന സ്ത്രീ, ഈ മക്കൾ പറയുന്നുണ്ട്, 2ാമത് വന്നു എന്ന് പറയരുത്, ഞങ്ങളുടെ അമ്മ തന്നെയാണ്, അത്ര സ്നേഹമാണ്. അപ്പോൾ ഈ അമ്മയാണ്, 2ാമത് വന്ന അമ്മയാണ് മക്കളെ കൂടുതലായിട്ടൊരു ആത്മാവിലും ദൈവസ്നേഹത്തിലും വളർത്തിയത്, ജീവിതത്തിൻ്റെ മൂല്യങ്ങളൊക്കെ കൊടുത്തത്. അപ്പൻ്റെ പ്രത്യേകത പറയുന്നത്, അപ്പൻ എല്ലാ ദിവസവും ഈവനിങ്ങിൽ അരമണിക്കൂർ തന്നെ പ്രാർത്ഥിക്കുന്നു. പേഴ്സണൽ പ്രയർ, ദൈവവുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും. വൈകുന്നേരം എപ്പോഴെങ്കിലും കിടക്കുന്നതിന് മുൻപ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് മക്കൾ കാണാറുണ്ട്. എമ്മ എന്ന അമ്മയുടെ പ്രത്യേകത, ആഴ്ചയിൽ 3 ദിവസം തൻ്റെ ഈ വലിയ വീട്, എല്ലാ സൗകര്യങ്ങളുള്ള ഈ വീട് പുറത്തെ ജനത്തിന് വേണ്ടിയിട്ട് തുറന്നിടും. പാവപ്പെട്ട ആർക്കും വരാം. പ്രത്യേകിച്ച് 4 മണിക്ക് ശേഷം വീട്ടിലേക്ക് ആർക്കും വരാം. വീട്ടിലേക്ക് വരും. വലിയ വീടാ, ഒത്തിരി സ്ഥലമുണ്ട്. വീടിൻ്റെ സ്ഥലം തന്നെ പറയുന്നത് അവർക്കുള്ളത് 90 ഏക്കർ എസ്റ്റേറ്റ് അവർക്ക് അന്നുണ്ടായിരുന്നു. ഈ 90 ഏക്കർ എസ്റ്റേറ്റിൽ അവരുടെ ഒരു പ്രത്യേകത, പിന്നെ ഒരു പ്രത്യേകത പറയുന്നത്, മൈക്കിൾ ആർക്കേഞ്ചലിൻ്റെ പടം വെച്ചിട്ടാണ് ഈ എൻട്രൻസിൽ വെച്ചിരിക്കുന്നത്. എൻട്രൻസിൽ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഗേറ്റിൻ്റെ ഇപ്പുറത്തെ ചില്ല്, ആ ചില്ലിൽ വരച്ചു വെച്ചിരിക്കുന്ന പടം ആർക്കേഞ്ചലിൻ്റെയാണ്. ആ പേരിലാണ് ഇത് അറിയപ്പെടുന്നതും. അപ്പോൾ ഈ ഇത്രയും വലിയ സ്ഥലത്തേക്ക്, അതിനുള്ളിലുള്ള വലിയ കെട്ടിടങ്ങളിലേക്ക് പാവപ്പെട്ടവരെ എല്ലാം ഇങ്ങനെ കയറ്റി എല്ലാവരും ഇങ്ങനെ ഇരുത്തും. എന്താണോ ഓരോരുത്തർക്കും വേണ്ടത് അവർക്ക് കൊടുക്കും. ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുത്തതിന് ശേഷം വസ്ത്രം വേണ്ടവർക്ക് വസ്ത്രം കൊടുക്കും. ഇനി മെഡിസിൻ വാങ്ങാൻ വേണ്ടവർക്ക്, വേണ്ടവർക്ക് പൈസ കൊടുക്കും. ഇതെല്ലാം കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ മക്കളെയാണ്. 2 മക്കൾ ഓൾറെഡി ഉണ്ട്. അതായത് കാതറിൻ ഒരു ചേച്ചിയുണ്ട്, എലിസബത്ത് ഉണ്ട്. പിന്നീട് ഇവരിൽ പുതിയ അമ്മ വന്നേ പിന്നെ ഉണ്ടായ ഒരു മകളാണ് ലൂയിസ. അപ്പം 3 മക്കളുണ്ട് മൊത്തത്തിൽ. ഇവരെല്ലാവരും കൂടിയാണ് ഇതെല്ലാം വിളമ്പി എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ ഈ അമ്മ പറയും, മക്കളെ, ഈ സ്വത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഇത് നമുക്ക് വയ്ക്കാനല്ല, ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്. കണ്ടോ, വലിയൊരു തത്വം. ദൈവം എന്തെങ്കിലും നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് അത് നമുക്കല്ല, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ്, മറ്റുള്ളവർക്കായിട്ട് കൊടുക്കാനാണ്.
കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ തത്വങ്ങൾ, മൂല്യങ്ങൾ ഈ കുഞ്ഞുങ്ങളിൽ വളർന്നു. അതുപോലെ തന്നെ ഇവർക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. യാത്രകളെല്ലാം ഇവരുടെ വളരെ സന്തോഷപ്രദമാണ്. ഇവർ ഒരുമിച്ച് പങ്കുവെക്കും, കൊടുക്കും, പ്രാർത്ഥിക്കും. ഇടയ്ക്കിടയ്ക്ക് പിക്നിക്കിന് പോകും. അപ്പം അകല സ്ഥലങ്ങളിലേക്ക് പോകും. അകല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ സ്ഥലത്തുമുള്ള ആ ജനത്തിൻ്റെ പ്രത്യേകതകൾ ഇവരിങ്ങനെ കണ്ടുവെക്കും. അപ്പോൾ ഈ മോളിങ്ങനെ പോകുമ്പോൾ ഇവളുടെ മനസ്സിലിങ്ങനെ തോന്നും, നമ്മളെത്ര സുഖസൗകര്യത്തിലാണ് ജീവിക്കുന്നത്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം പിക്നിക്കിന് പോയ ഈ സ്ഥലത്തും ഈ സ്ഥലത്തൊക്കെയുള്ള ആളുകൾ എത്ര കഷ്ടപ്പെട്ടാണ് വളരുന്നത് എന്ന് മനസ്സിലൊരു അറിയാതൊരു വേദന വരാറുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സന്തോഷിച്ചും അങ്ങനെ കൊടുത്തും കൊണ്ടും എല്ലാം ഇങ്ങനെ ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഇവരിങ്ങനെ സന്തോഷിച്ച് കൊണ്ടും കൊടുത്തും ഒക്കെ ഇങ്ങനെ ജീവിക്കുകയാണ്. എല്ലാ മൂല്യങ്ങളും വളർത്തിയെടുത്തു. എത്ര പൈസ കയ്യിലുണ്ടെങ്കിലും പൈസയോടൊന്നും ആർത്തിയില്ല. ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ആർത്തിയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആഗ്രഹം വന്നാൽ കൊടുക്കണമെന്ന് തന്നെയാണ് ഇവരുടെ മനസ്സിലെപ്പോഴും ആഗ്രഹം വരിക. അങ്ങനെ എല്ലാ മൂല്യങ്ങളും സമ്പാദിച്ചുകൊണ്ട് വളർന്നു വന്നു. ഇവർക്ക് 20 വയസ്സുള്ളപ്പോൾ, ഈ മകൾക്ക് കാതറിൻ ഡ്രക്സലിന് 20 വയസ്സുള്ളപ്പോൾ ഈ രണ്ടാമത്തെ എമ്മയ്ക്കൊരു ക്യാൻസർ വന്നു. അന്ന് അമ്മയ്ക്ക് 49ഓളം വയസ്സുണ്ട്. ഈ അമ്മയുടെ സഹനവും വേദനയും കണ്ടപ്പോൾ കൂടെ ഇരുന്ന് ശുശ്രൂഷിച്ചത് കാതറിനാണ്. എന്തെല്ലാം അത്യാധുനികമായിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങളാണോ വേണ്ടത് അതെല്ലാം ഈ അമ്മയ്ക്ക് കൊടുത്തു. പക്ഷെ എങ്കിലും അമ്മ ബെഡിൽ കിടക്കുമ്പോൾ അമ്മയ്ക്ക് വേദനയുണ്ടായിരുന്നു. അപ്പോൾ ഈ മോള് കാതറിൻ ഒരു സത്യം മനസ്സിലാക്കി, എത്രമാത്രം പണവും എത്രമാത്രം മെഡിസിനും എന്തുണ്ടായാലും രോഗത്തിൻ്റെ വേദനകളോ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോ മനുഷ്യനെ തേടി വരുമ്പോൾ അതിനെ ജയിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പണവും ഒന്നുമല്ല മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ മുമ്പിൽ. ആരോഗ്യം നിസ്സാരമാണ് എന്നൊരു തോന്നൽ ഈ മോള് സ്നേഹത്തോടു കൂടി തന്നെ അമ്മേനെ ശുശ്രൂഷിച്ചു. അമ്മ നല്ല അമ്മയാണ്, അമ്മയ്ക്ക് തൻ്റെ ദൗത്യം പൂർത്തിയായി എന്ന് തോന്നി. അമ്മ തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. അമ്മ അങ്ങനെ മരിച്ചുപോയി. രണ്ടാമത്തെ അമ്മയും മരിച്ചുപോയി. അതിനുശേഷം അപ്പനും ബാക്കിയുള്ളവരൊക്കെ സ്നേഹത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ 1 വർഷത്തിന് ശേഷം പെട്ടെന്ന് അപ്പനും മരിച്ചു പോവാണ്. അപ്പൻ മരിക്കുന്നതിന് മുൻപ് ഇവരുടെ സ്വത്തെല്ലാം ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ ഇതിനേക്കാൾ അധികം സമ്പത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചാരിറ്റബിളായിട്ട് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ആവശ്യമാണെന്ന് കാണുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. ബാക്കിയുള്ളതെല്ലാം അതിനകത്ത് കണക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് വായിച്ചാൽ തികയാത്ത അത്രയും പോലെ വലിയ വലിയ സംഖ്യകളാണ് പറയുന്നത്. അത്രയും വലിയ മില്യൺ അല്ലെങ്കിൽ കോടികൾ, ലക്ഷങ്ങൾ ഒക്കെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു. അത്രയും ഉദാര മനസ്സാണ് അപ്പനും. അപ്പൻ ബാങ്കിൻ്റെ ഉടമയാണ്, ബാങ്കറായിരുന്നു എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ എല്ലാം കുറേ സ്വത്ത് ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ അപ്പനും മരിച്ചു, അമ്മയും മരിച്ചു. അങ്കിളെല്ലാം ഇവരുടെ കാര്യങ്ങൾ നോക്കി. ഈ മോളുടെ ഉള്ളിൽ ഇനി അടുത്തത് എന്ത് വേണം എന്നിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഈ മോൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം, ഈ മോളിങ്ങനെ എല്ലാ സമ്പത്തും കണ്ടാലും അവളുടെ ഉള്ളിലൊരാഗ്രഹം തമ്പുരാൻ്റെ അടുത്ത് ഒരു കണ്ടംപ്ലേറ്റീവായിട്ട് മൗനമായിട്ട് കുറേ സമയം ഇരിക്കണം, പ്രാർത്ഥിക്കണം എന്നൊരു വലിയൊരു ആഗ്രഹം മനസ്സിൽ കിടക്കുക. അപ്പോൾ അവിടെയുള്ള അച്ഛന്മാരോടും പിതാക്കന്മാരോടൊക്കെ പറഞ്ഞു, എനിക്കൊരു കണ്ടംപ്ലേറ്റീവ് ആകണം, എനിക്കൊരു സന്യാസി ആകണം എന്നൊരു ആഗ്രഹമുണ്ട്. ആളുകളോടും പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ചോദിച്ചു അങ്ങനെ ചെയ്യല്ലേ, ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഒരു റിലീജിയസ് ആകാൻ പോവുകയാണ്, സമർപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒപ്പോസ് ഉണ്ടാകും. അപ്പോൾ വെയിറ്റ് പ്രാർത്ഥിക്ക്, വെയിറ്റ് ചെയ്യ്, തമ്പുരാൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞ് സഭാധികാരികളും ബന്ധപ്പെട്ടവരും അത്രയും ക്ലോസ് ആയിട്ട് ബന്ധമുള്ളവരും ആത്മീയ പിതാക്കളൊക്കെ അങ്ങനെ പറഞ്ഞു, ധൃതി കൂട്ടണ്ട, സമയമാകുമ്പോൾ നമുക്കത് വേണ്ട പോലെ ചെയ്യാം, പ്രാർത്ഥിച്ച് എന്തായാലും കാത്തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവള് എന്ത് ചെയ്തു, എല്ലാ സ്ഥലങ്ങളിലേക്കും പിക്നിക്ക് വീണ്ടും പോയി. ഇവർ സന്തോഷത്തോടു കൂടി തന്നെ ജീവിച്ചു. വീണ്ടും അങ്കിള് അവരൊക്കെ നോക്കി. അങ്ങനെ പോയപ്പോൾ മിഷൻ പ്രദേശങ്ങളിലേക്ക്, അതായത് അമേരിക്കക്കാരല്ലാത്ത മറ്റുള്ളവർ, അവരുടെ നാട്ടിലുള്ളവരല്ലാതെ താമസിക്കുന്നവർ, അല്ലെങ്കിൽ
മറ്റ് ആഫ്രിക്കൻ അമേരിക്കൻസ് ഒക്കെ താമസിക്കുന്ന ഏരിയയിലേക്കൊക്കെ ഇവർ പിക്നിക്കിന് വീണ്ടും പോയപ്പോൾ ആൾക്ക് തോന്നി ഇവിടെ കുറച്ചും കൂടി മിഷണറിമാർ വരണമല്ലോ, എനിക്കുള്ള പൈസ കുറച്ച് മിഷണറിമാർക്ക് കൊടുക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ വെച്ച് അവിടെ ഫ്രാൻസിസ്കൻസ് മിഷൻ വേല ചെയ്തിരുന്നു, അവർക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഈ പാവങ്ങളോടൊരു സ്നേഹം പണ്ടേ ഉള്ളത് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഈ പാവങ്ങളെ, ഈ അമേരിക്കക്കാർ അല്ലെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻസിന് അല്ലെങ്കിൽ തനി അമേരിക്കക്കാരല്ലാതെ പുറമേ നിന്ന് വന്നിട്ടുള്ള ബാക്കിയുള്ളവരെ, അല്ലെങ്കിൽ അത്ര കൾച്ചറിലേക്ക് വരാത്തവരെ, അല്ലെങ്കിൽ അത്ര വിദ്യാഭ്യാസം ലഭിക്കാത്തവരെ, അല്ലെങ്കിൽ അത്രയ്ക്കും മറ്റുള്ളവരെ മേന്മയുള്ളവരായിട്ട് കരുതാത്തവരെ, ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോപ്പിനെ കാണാനായിട്ടൊരു അവസരം കിട്ടിയത്. പോപ്പിനെ കണ്ടിപ്പോൾ കാണാനായിട്ട് ഇവർക്ക് അവസരം കിട്ടി. പോപ്പിനെ കണ്ടപ്പോൾ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ ഈ രാജ്യത്തേക്ക് ഈ പാവപ്പെട്ട ജനത്തിന് വേണ്ടിയിട്ട് കുറച്ച് മിഷണറിമാരെ അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുത്തരം ആ പോപ്പിൽ നിന്ന് കിട്ടുകയെന്നറിയില്ല. അപ്പോൾ പോപ്പ് ചിരിച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് വേറെ മിഷണറിമാരെ അയക്കുന്നത്, നിങ്ങൾക്ക് തന്നെ മിഷണറിമാരായിക്കൂടെ എന്ന് ചോദ്യം കാതറിൻ ഡക്സണിനോട്. ദൈവത്തിൻ്റെ ഒരു നിയോഗം പോലെ ഈ ചോദ്യത്തെ ചങ്കിൽ കൊണ്ട് അത് ഹൃദയത്തിൽ ഏറ്റെടുത്തു, അത് ചിന്തിച്ചു. അതൊരു ദൈവം പറയുന്നത് പോലെ തോന്നി. ശരിയാണല്ലോ, ഈ അധികം വികസിക്കാത്ത ജനങ്ങൾക്ക് വേണ്ടി വേറെ മിഷണറിമാരെ അന്വേഷിക്കുന്നതിന് പകരം ഞങ്ങൾക്ക് തന്നെ മിഷൻ വേല ചെയ്യാമല്ലോ. കാതറിൻ ഡക്സൽ പറയുന്നത്, അന്നൊരു ഇത് ചിന്ത വന്ന ദിവസം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിച്ച് ഒരു തീരുമാനത്തിൽ എടുത്തത് ഒരു തിരുനാൾ ദിവസമാണ്, വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. അന്നിങ്ങനെ വിചാരിച്ചു, പിതാവ് പറഞ്ഞതുപോലെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. ആദ്യം ഇത് കേട്ടപ്പോൾ സങ്കടമാണ് വന്നത്. എങ്ങനെ ഞാൻ എന്തു ചെയ്യും ദൈവമേ, എങ്ങോട്ട് പോകും, ഏത് രീതിയിൽ ഞാൻ എന്നെ സമർപ്പിക്കും. എന്നാലും ഇങ്ങനെ ചിന്തിച്ച് വിചാരിച്ചു, ഇവിടെ ഡിവൈൻ മേഴ്സി കോൺവെന്റ് ഉണ്ട്, അവിടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ കമ്മ്യൂണിറ്റിയിൽ ചേരാമെന്ന് വിചാരിച്ച് അവരുടെ കമ്മ്യൂണിറ്റിയിൽ അംഗത്വം സ്വീകരിച്ചു. അതിനുശേഷം മിഷൻ വേലയ്ക്ക് ഈ ആഫ്രിക്കൻ അമേരിക്കൻസ് ഉള്ള ആ പ്രദേശങ്ങളിലേക്ക് പോയി. അവരുടെ ജീവിതം നമ്മൾ ചില വിഭാഗക്കാരുടെയൊക്കെ ജീവിത രീതി നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇപ്പോഴും കുറേ മലയാളീസും കുറച്ചും കൂടി എഡ്യൂക്കേഷനൊക്കെ നേടിയ കുറച്ച് പേരുമൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ഇല്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നുണ്ട്. അതുപോലെ കാതറിൻ ഡ്രക്സൽ അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം പോയി സന്ദർശിച്ചു. ഈ ഡിവൈൻ മേഴ്സി കോൺവെന്റിൽ ചേർന്ന ശേഷം ചെയ്തത് കുറച്ച് പേരെ കൂട്ടി വേഗം ആഫ്രിക്കൻ അമേരിക്കൻസ് അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക്, അല്ലെങ്കിൽ കളേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ വിഭാഗത്തിൽ പെടാത്ത ബാക്കി US അവരുടെ തനി അമേരിക്കൻസ് അല്ലാത്ത ബാക്കിയുള്ളവരുടെ ആ പ്രദേശങ്ങളിലേക്കൊക്കെ പോയി അവരുടെ ജീവിത രീതി കണ്ടു. അവർക്ക് എന്താ കിട്ടാത്തത്, ഇപ്പോൾ എസ്റ്റേറ്റിലൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ട്, അവരുടെ മക്കൾക്ക് എന്ത് വേണം, ഏത് തരത്തിലുള്ള അറിവുകൾ അവർക്ക് കൊടുക്കണം, എങ്ങനെയാണ് വളർത്തേണ്ടതൊക്കെ എന്ന് അവരെ പഠിച്ചു. അങ്ങനെയെല്ലാം പഠിച്ചതിന് ശേഷം കാതറിൻ വിചാരിച്ചു, നമുക്ക് സ്വന്തമായിട്ട് പുതിയൊരു കോൺഗ്രിഗേഷൻ തുടങ്ങണമല്ലോ, എന്നാലല്ലേ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴും മറ്റൊരു വിശുദ്ധയാണ് കബറീനി. ആ വിശുദ്ധയും ജീവിച്ചിരുന്ന ആ കാലഘട്ടമാണ്. ആളും പറഞ്ഞു, പുതിയൊരു സഭ തുടങ്ങണമെങ്കിൽ ഇങ്ങനെയെല്ലാം ചെയ്യണം. ഫ്രാൻസിസ് കബറീനി പുതിയ കോൺഗ്രിഗേഷൻ തുടങ്ങിയ വ്യക്തിയാണ്, വിശുദ്ധയാണ്. ആ വിശുദ്ധയും പറഞ്ഞു കൊടുത്തു, പുതിയൊരു കോൺഗ്രിഗേഷൻ നമുക്ക് തുടങ്ങണമെങ്കിൽ ഇങ്ങനെയാണ് റൂൾസ്. അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രിഗേഷൻ പുതിയത് തുടങ്ങേണ്ടത്? അപ്പോൾ കാതറിൻ ഡ്രക്സൽ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥനയിൽ ധ്യാനിച്ചിരുന്നു. ഡ്രക്സൽ പറഞ്ഞു, എൻ്റെ ദൈവമേ, നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ ഈ വേല ചെയ്യുന്നത്. ഇവിടെ സോഷ്യൽ വർക്കോ ഈ ജനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന നിന്റെ സ്നേഹത്തിന് വേണ്ടിയാണ്. സുവിശേഷത്തിലെ സ്നേഹം ഇവർക്ക് കൊടുക്കാനുള്ള ഒരു മാധ്യമമാണ് ഞാൻ ഈ ചെയ്യുന്ന മിഷൻ പ്രവർത്തനം. ഏതൊക്കെ ജനം അവരുടെ ജീവിത രീതി വികസിപ്പിക്കണം, അവരെ കുറച്ചും കൂടി പ്രബുദ്ധരാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ, അത് നീ അവരെ സൃഷ്ടിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവമേ, നിന്റെ സ്നേഹം ആദ്യം എനിക്ക് തന്നാലാണ് എനിക്ക് ഈ പ്രവർത്തനം ചെയ്യാൻ പറ്റുക.
അതുകൊണ്ട് ബ്ലെസഡ് സാക്രമെന്റിന്റെ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ശക്തി സ്വീകരിച്ചു കാതറിൻ ഡ്രക്സൽ. കാതറിൻ ഡ്രക്സൽ പറഞ്ഞു, ദിവ്യകാരുണ്യത്തോട് പറഞ്ഞു, ദിവ്യകാരുണ്യമേ, അങ്ങ് ശക്തി നൽകുന്ന ഒരു കോൺഗ്രിഗേഷന് തുടങ്ങാൻ അല്ലേ അങ്ങ് എന്നെ പ്രചോദിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇവർ തുടങ്ങിയ പുതിയ കോൺഗ്രിഗേഷന്റെ പേരാണ് കോൺഗ്രിഗേഷൻ ഓഫ് ബ്ലെസഡ് സാക്രമെന്റ്. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയിൽ നിന്നുള്ള ആ പ്രചോദനത്താലാണ് ഇവര് മിഷൻ വേല ഇവർ ചെയ്തത്. അതിനു വേണ്ടിയിട്ട് കുറച്ച് 10-13 നോവിസസ് പുതിയ അംഗങ്ങൾ വന്നു. അവരെല്ലാം ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ട പാഠങ്ങളെല്ലാം കൊടുത്തു. അവരോട് എപ്പോഴും പറഞ്ഞു, നമ്മൾ ആരംഭിക്കേണ്ടത് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നാണ്. ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇരുന്ന് എപ്പോഴും കാതറിൻ ഡ്രക്സൽ എന്ന ആ വിശുദ്ധയായ വ്യക്തിത്വം പറയും, ദിവ്യകാരുണ്യമേ, നിന്റെ അടുത്ത് കെട്ടപ്പെട്ടിരിക്കാനാണ് എനിക്ക് എപ്പോഴും ആഗ്രഹം. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ എവിടേക്കെങ്കിലും മിഷൻ പ്രവർത്തനത്തിന് പോയാൽ എൻ്റെ ഹൃദയം അങ്ങയിൽ തന്നെയാണ്. എൻ്റെ ശരീരം അങ്ങോട്ട് പോകുമ്പോൾ അങ്ങ് എൻ്റെ കൂടെ വരണം. അങ്ങില്ലാതെ എനിക്ക് പറ്റില്ല. അങ്ങൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്കൊരു മിസ്ഡ് ഫീലിംഗ് ആണ്. എനിക്കൊരു ഐ മിസ് യു എന്ന് പറയില്ല, അതുപോലെയാണ്. അതുകൊണ്ട് ദിവ്യകാരുണ്യമേ, നീ എൻ്റെ കൂടെ വരണം. ഇങ്ങനെ ദിവ്യകാരുണ്യത്തിൽ ശക്തിപ്പെടുത്തി വേണ്ട മൂല്യങ്ങളെല്ലാം കൊടുത്ത് അംഗങ്ങളെയെല്ലാം രൂപപ്പെടുത്തി. അതിനുശേഷം ചെയ്തത്, ഈ പുതിയ അംഗങ്ങളെയെല്ലാം കൂടുതൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അയച്ചു. അവിടെ അന്ന് സാധ്യതയുള്ള എല്ലാ വലിയ യൂണിവേഴ്സിറ്റികളിലേക്കും. അവിടെ ഉണ്ടായിരുന്ന ഒരു സെൻറ്റ് സേവിയേഴ്സ് യൂണിവേഴ്സിറ്റി ഇവരുടെ അങ്കിളിൻ്റേതായിരുന്നു. അവിടേക്ക് ഇവരെല്ലാം വിട്ട് പഠിപ്പിച്ചു. പഠിപ്പിക്കാവുന്നത് എത്രയോ അത്രയും അക്കാദമിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് കൊടുത്തു. കാരണം പഠിച്ചിരുന്നാലല്ലേ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു. പുതുതായിട്ട് എങ്ങനെ ഒരു മിഷൻ സ്റ്റേഷൻ തുടങ്ങുമ്പോൾ എങ്ങനെ വേണം, പുതിയ സ്കൂളുകൾ ആരംഭിക്കുമ്പോൾ എങ്ങനെ വേണം, ഏതെല്ലാം വിഷയങ്ങൾ എങ്ങനെ വേണം, സിലബസ് എങ്ങനെ വേണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ ക്രമീകരിച്ചു. എല്ലാ നോവിസസിനെയും എല്ലാ കാൻഡിഡേറ്റ്സിനെയും എല്ലാ അംഗങ്ങളെയും പ്രബുദ്ധരാക്കി. ഇവരിങ്ങനെ പുതിയ പ്രവർത്തനത്തിന് മുൻകൈ എടുത്ത് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും വിളിക്കാൻ തുടങ്ങി. ഈ 3 സഹോദരങ്ങളുടെയും പണം ഇവർക്ക് വേണ്ടിയിട്ട് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കൊടുത്തു. തങ്ങളുടെ പേരിൽ എഴുതിയിരിക്കുന്ന, പ്രത്യേകിച്ചും കാതറിൻ ഡ്രക്സൽ, മറ്റുള്ളവർ വിവാഹ ജീവിതത്തിലേക്ക് പോയി മറ്റു ജീവിതം നയിച്ചു. അപ്പോഴും അവര് കാതറിൻ ഡ്രക്സലിനെ സഹായിച്ചു കൊണ്ടിരുന്നു. ഈ മിഷൻ പ്രവർത്തനത്തിൽ, സ്കൂളുകൾ സ്ഥാപിക്കുന്നതിൽ തങ്ങളുടേതായിട്ടുള്ള സംഭാവനകളും എല്ലാവരും നൽകുകയും ചെയ്തിരുന്നു. കാതറിൻ ഡ്രക്സലിൻ്റെ എല്ലാ പണവും സ്വത്തെല്ലാം വിറ്റ് പണമാക്കി കുറേ സ്കൂളുകൾ സ്ഥാപിച്ചു. എല്ലാ തരത്തിലും LP സ്കൂള്, ഹൈസ്കൂളുകൾ, അതുപോലെ തന്നെ വൊക്കേഷണൽ സ്കൂളുകൾ, അതുപോലെ തന്നെ ഈ എസ്റ്റേറ്റിൽ ജോലിയെടുക്കുന്ന ആളുകളുടെ മക്കൾക്ക് അവർക്കും പഠിക്കാൻ വേണ്ടിയിട്ട്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സ്കൂളുകൾ ഇവർ നിർമ്മിച്ചു. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വിളി വരികയാണ്, വരോ കാതറിൻ ഡ്രക്സൽ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന് സ്കൂൾ തുടങ്ങുക, ഈ വിഭാഗക്കാർക്ക് വേണ്ടി സ്കൂൾ തുടങ്ങുക, എല്ലാ ഭാഷയിലുമുള്ള കാര്യങ്ങൾ തുടങ്ങുക, എല്ലാവരെയും പ്രബുദ്ധരാക്കാൻ എല്ലാ തരത്തിലുമുള്ളത് തുടങ്ങാൻ പറഞ്ഞിട്ട് എല്ലായിടത്തു നിന്നും വിളി വന്നു. അപ്പോൾ അനേകം സ്കൂളുകൾ, അനേകം കോൺവെൻറ്റുകൾ, അനേകം സ്ഥാപനങ്ങൾ, ടെക്നിക്കലായിട്ടുള്ളത്, പഠിക്കാനുള്ളത്, വർക്കിങ്ങിനുള്ളത്, എല്ലാവരുടെയും തരാതരത്തിനനുസരിച്ച് ആ ജനത്തിൻ്റെ മുഴുവൻ പ്രബുദ്ധാരണത്തിന് വേണ്ടിയിട്ട്, അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട തരത്തിലുള്ള അനേക സ്ഥാപനങ്ങൾ ഇവർ പണിതു. അപ്പോൾ ശത്രുക്കൾ നാട്ടിലുണ്ടായിരുന്നു. ഒരിക്കൽ ആ നാട്ടിലുള്ള ശത്രുക്കൾ ഇവരുടെ സ്കൂള് തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ ടാറ് എറിഞ്ഞു ആളുകളുടെ മേത്തേക്ക്, അല്ലെങ്കിൽ സ്കൂളിലേക്ക്. അതുപോലെ തന്നെ സ്കൂള് ബോംബ് വെച്ച് തകർക്കാനൊക്കെ ഉള്ളൊരു പദ്ധതി ഉണ്ടെന്ന് ഇവരറിഞ്ഞപ്പോൾ ഇവർ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങൾക്കതിനെ എതിർക്കാൻ പറ്റില്ല, ഞങ്ങളതിനെ എതിർത്താലും അതിനെ തോൽപ്പിക്കാൻ പറ്റില്ല, നീ തന്നെ ശക്തി തരണം, നീ തന്നെ ഇവിടെ ഇടപെടണം എന്ന് പറഞ്ഞ് ഇവർ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് പറയുന്നത്, പ്രകൃതി തന്നെ ഇടപെട്ട്, ഒരു അതുപോലെ ഒരു പ്രകൃതി പ്രതിഭാസം ഇടപെട്ട് ഈ നശിപ്പിക്കാനിരുന്ന ആ ഗ്രൂപ്പിൻ്റെ മെയിൻ കേന്ദ്രത്തിലേക്ക് ഉൽക്കകൾ വീണ് ആ കെട്ടിടം, അവരുടെ കെട്ടിടം, ശത്രുക്കളുടെ കെട്ടിടം നശിപ്പിക്കപ്പെട്ടു എന്നാണ് കേട്ടത്. പ്രകൃതി തന്നെ, നന്മയുടെ ശക്തി തന്നെ ആ തിന്മയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചു.
പിന്നീട് ഒരിക്കലും ഇവർക്ക് അങ്ങനെ ശത്രുത ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരിങ്ങനെ അധ്വാനിച്ച് അനേകം സ്കൂളുകൾ സ്ഥാപിച്ച് മുന്നോട്ട് പോയി. 77 വയസ്സ് വരെ കാതറിൻ ഡ്രക്സൽ ഇങ്ങനെ കംപ്ലീറ്റ് വർക്കായിരുന്നു സ്കൂളുകളുടെ സ്ഥാപനം, അവർക്ക് വേണ്ട ഫോർമേഷൻ കൊടുക്കലൊക്കെ. 77-ാം വയസ്സിൽ പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നു. പിന്നെ അധികം യാത്ര ചെയ്യാൻ പറ്റാതായി. അപ്പോൾ ബാക്കി ഉത്തരവാദിത്തങ്ങളെല്ലാം ബാക്കിയുള്ളവരെ ഏൽപ്പിച്ചിട്ട് കാതറിൻ ഡ്രക്സൽ പറഞ്ഞു, എനിക്ക് ആഗ്രഹം കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കണമെന്ന് തന്നെയാണ്. ഇനി എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഫുള്ളായിട്ടിരിക്കും. അന്ന് മുതൽ പറയുന്നത് പിന്നീട് അങ്ങോട്ട് കണ്ടംപ്ലേഷൻ ലൈഫാണ് നയിച്ചത്. പുറത്തേക്കൊട്ടും ഇറങ്ങിയില്ല. വേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. എല്ലാത്തിനും ഒരു നേതൃത്വം പോലെ ഉള്ളിൽ നിന്ന് വഹിച്ചു. ബാക്കിൽ നിന്നുള്ള ശക്തിയെല്ലാം കൊടുത്തു. പ്രാർത്ഥനയിൽ ശക്തി കൊടുത്തു. മെയിൻ കർത്താവിൻ്റെ മുമ്പിൽ കണ്ടംപ്ലേഷനായിട്ട് 20 കൊല്ലം പിന്നീട് 20 കൊല്ലം കൂടി ജീവിച്ചു. 77 + 97 വയസ്സോളം ജീവിച്ചു. 1955 മാർച്ച് 3-ന് തൻ്റെ നിത്യസമ്മാനത്തിനായിട്ട് കാതറിൻ ഡ്രക്സൽ വിളിക്കപ്പെട്ടു. ഈ തൻ്റെ ജീവിതകാലത്ത് ഒത്തിരിയേറെ അവാർഡുകൾ, തൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ലഭിച്ചു. ദൈവത്തിൽ അധിഷ്ഠിതമായി ദൈവത്തിന് വേണ്ടി ചെയ്തതുകൊണ്ട് സ്വർഗം ഇതിന് സമ്മാനം നൽകി. തൻ്റെ മരണശേഷം തന്നിലൂടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടന്നു. 2000 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കാതറിൻ ഡ്രക്സലിനെ വിശുദ്ധ എന്ന് പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നും വിദ്യാഭ്യാസം ജനത്തിന് ആവശ്യമാണ്. വിദ്യാഭ്യാസത്തിലൂടെ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെയാണ്. ജനത്തെ സേവിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് കൊടുക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ വിചക്ഷക എന്നറിയപ്പെടുന്ന, എഡ്യൂക്കേറ്ററായിട്ട് അറിയപ്പെടുന്ന ഈ കാതറിൻ ഡ്രക്സൽ എന്ന വിശുദ്ധയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയുന്നതിനോടൊപ്പം ഈ വലിയ വിശുദ്ധയുടെ വലിയ മാധ്യസ്ഥം എല്ലാ വിദ്യാർത്ഥി സമൂഹങ്ങൾക്കും, എല്ലാ സ്കൂളുകൾക്കും, എല്ലാ സ്ഥാപനങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു, എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും നേരുന്നു. നമുക്ക് ലഭിച്ച എല്ലാ ദാനങ്ങളും അത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് കാതറിൻ ഡ്രക്സലിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. പണത്തിന് വേണ്ടി ജീവിതത്തെ ഉപയോഗിക്കാനല്ല, നമുക്ക് ലഭിക്കുന്ന പണത്തെ ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാനാണ് ഇവരുടെ ഈ നല്ല ജീവിതം നമുക്ക് മാതൃക നൽകുന്നത്. എല്ലാവർക്കും സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗീയ മധ്യസ്ഥയായ കാതറിൻ ഡ്രക്സലിൻ്റെ എല്ലാ മധ്യസ്ഥവും ആശംസിക്കുന്നു.